കൂലി ഈ വർഷത്തെ ഏറ്റവും ഹൈപ്പുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് കൂലിയാണ്. രജനീകാന്ത് ലോകേഷ് ഒന്നിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രം മതി ഈ സിനിമയ്ക്ക് ഹൈപ്പ് കയറാൻ. പക്ഷെ കന്നഡയിൽ നിന്ന് ഉപേന്ദ്രയുടെ ഒരു ക്യാമിയോയും വില്ലനായിട്ട് നാഗാർജുനയും അതിന്റെ കൂടെ തന്നെ സത്യരാജ്, ശ്രുതി ഹസൻ, മലയാളത്തിൽ നിന്ന് സൗബിൻ ഷായുടെ ഒരു പ്രധാന റോളിൽ വരുന്നു. സോ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ കൂലിയുടെ ഹൈപ്പ് 10 ഇരട്ടിയാക്കിയിട്ടുണ്ട്. സോ ഇന്നാണ് കൂലി റിലീസായത്. ഈ ഒരു സിനിമ അത്ര വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്ന് വെച്ച് ലോകേഷിന്റെ കരിയറിലെ ഏറ്റവും വേസ്റ്റ് പടമാണിത് എന്നൊന്നും പറയില്ല. സോ ഈ ഒരു ലോകേഷിന്റെ കരിയർ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ മൂവി അത് മാനഗരമായിരുന്നു. സോ അതിനു മുമ്പ് അതേപോലെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. മാനഗരം അത്യാവശ്യം ഇന്റലിജന്റ് സ്ക്രീൻ പ്ലേ, നല്ല പെർഫോമൻസസ്, നല്ല മെസ്സേജ്, അങ്ങനെയുള്ള പല സംഭവങ്ങൾ വെച്ച് വർക്കൗട്ട് ആയ ഒരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു കൈദി വന്നത്. കൈദിയും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഇപ്പോഴും സെക്കൻഡ് ഭാഗത്തിന് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന വളരെ ഹൈപ്പ് ഉള്ള ഒരു മൂവി തന്നെയാണ്. പിന്നെ അങ്ങോട്ടാണ് ലോകേഷ് മാസ്റ്റർ ചെയ്തത്. ഇമ്പാക്റ്റും ഉണ്ടാക്കാത്ത ഒരു മൂവിയായിരുന്നു. അത് കഴിഞ്ഞായിരുന്നു വിക്രം. അത് അത്യാവശ്യം ഒരു ഓഡിയൻസിനെ എല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. സോ പിന്നെ പറയുകയാണെങ്കിൽ ലിയോ ആയിരുന്നു. ലിയോ ആണ് ഈ ഒരു ലോകേഷിന്റെ കരിയറിൽ തന്നെ ഒരു വേസ്റ്റ് മൂവിയായിട്ട് മാറുന്നത്. സോ പിന്നെയാണ് കൂലി വരുന്നത്. ഈ ഒരു കൂലിയുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലെ മെയിൻ വില്ലനായിട്ട് വരുന്നത് നാഗാർജുനയാണ്. സോ നാഗാർജുനയുടെ ക്യാരക്ടർ റൈറ്റിങ്ങിൽ തന്നെ വീക്കാണ്. അതിൻ്റെ കൂടെ തന്നെ സ്വാഗും കാര്യങ്ങളും ലുക്സും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു വില്ലൻ്റെ ഒരു സംഭവം നമുക്ക് എവിടെയും കിട്ടുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ സൗബിൻ ഷാഹദാണ് ഉള്ളതിൽ ആ ഒരു അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ലെവൽ ക്യാരക്ടർ ആർക്ക് സൗബിൻ ഷാഹിലാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സൗബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ശ്രുതി ഹസന്റെ ക്യാരക്ടർ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതൊരു പഴയ രീതിയിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ ഒരു ക്യാരക്ടറിന് വന്നിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ക്യാരക്ടറാണ് അത്. അതിലെ ക്യാമിയോസ്, അതായത് ഒരു സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ക്യാമിയോ ഉണ്ട്. ആ ഒരു സമയത്തെ എലവേഷൻസും നടക്കുന്ന സംഭവങ്ങളും ഒക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ തിരക്കഥ വീക്കാണെങ്കിലും സ്റ്റോറി ലൈൻ വീക്ക് ആണെങ്കിലും രജനീകാന്തിന്റെ സ്ക്രീൻ പ്രസൻസ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്. ചില ഇടങ്ങളിലെ മ്യൂസിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പോസിറ്റീവ് തന്നെയാണ്. സത്യരാജിന്റെ റോള്, അതിപ്പോൾ സത്യരാജ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള റോളൊന്നുമല്ല. സോ നോർമലി ഒരു തമിഴ് സിനിമയിൽ കാണുന്ന ആ ഒരു രീതിയിലുള്ള ഒരു റോള് തന്നെയാണ്. നമ്മൾ കുറേയായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയാതാവുമ്പോഴത്തേക്കും. സോ അങ്ങനെ പല രീതിയിലുള്ള ഇമോഷണൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാൻ നോക്കി എവിടെയും ഒരു കണക്ഷൻ ഫീൽ ചെയ്യാതെ പോയതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. എന്നാലും ചില ഇലവേഷൻസും ചില സംഭവങ്ങളൊക്കെ അതിൻ്റെതായ മൊമെന്റ്സ് തരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു വിക്രം വൈസ് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈദി ചെയ്തൊരു ഡയറക്ടറിന്റെ പതുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ ഇമ്പാക്റ്റ് എവിടെയും ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രശ്നം. പിന്നെ ചതപറ ട്വിസ്റ്റ് പോലെ കുറേ സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഇടങ്ങളിൽ കണക്ഷൻ മിസ്സിംഗ് ആണ്. സോ ഇത് എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് വരെ നമുക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. ഇന്റർവെല്ലിന് മുമ്പ് നടക്കുന്ന ഒരു ബിൽഡപ്പും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇന്റർവെല്ലും ഒക്കെ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് ആണ് തന്നത്. പിന്നെ പറയുന്നത് സെക്കൻഡ് ഹാഫിൽ ചെറിയ മൊമെന്റ്സ് ഉണ്ട്, അത്യാവശ്യം വർക്കൗട്ട് ആയിട്ടുള്ള നല്ലൊരു മൊമെന്റ്സ്. മൊത്തത്തിൽ ഒരു വേസ്റ്റ് മൂവി എന്നോ അല്ലെങ്കിൽ ഈ ഒരു റീസെന്റ് ആയിട്ട് തമിഴ് സിനിമയിൽ നിന്ന് വന്ന അതുപോലെ സിനിമകളുടെ കൂടെ വെക്കാൻ പറ്റിയ മൂവിയല്ല കൂലി. പക്ഷെ എന്നാലും ഇത്രയും വലിയൊരു കാസ്റ്റും ഇത്രയും വലിയ ഹൈപ്പിലും ലോകേഷ് കനകരാജിന്റെ ഡയറക്ഷനിൽ വന്നിട്ട് വീക്ക് സ്റ്റോറി ലൈനും കാരണമാണ് ഈ ഒരു സിനിമ വർക്കൗട്ട് ആവാതെ പോയത്. എന്നാലും ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അനുഭവം നൽകുന്ന ഒരു മൂവിയാണ്. ലോകേഷിന്റെ ഓരോ മൂവി കഴിയും തോറും ഓരോ വീക്ക് ഔട്ട്പുട്ടാണ് വരുന്നത്. സോ ഒരു ലിയോ ആണെങ്കിലും ഈ ഒരു മാസ്റ്റർ ആണെങ്കിലും അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത മൂവിയാണ്. സോ ഒരു മെഡിക്കൽ ആവറേജ് അനുഭവം നൽകുന്ന ഒരു മൂവി മാത്രമാണ് കൂലി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. സോ ഒരു സിനിമയിൽ നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് മാസ് മൊമെന്റ്സ് ഒക്കെ അത്യാവശ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു വലിയ ഹൈ മൊമെന്റ്സ് തരാനോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഒരു ഔട്ട്പുട്ട് തരാനോ സിനിമയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ നെഗറ്റീവ്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാം.